ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ട്രിപ്പിലായതുകൊണ്ട് എനിക്ക് സുഖമില്ലാതെ വോയിസൊന്നും ശരിയല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഡിസൈനിങ് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രോയിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാനൊരു ഹീറോനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ടോവിനോ തോമസിനെയാണ് ഞാൻ പെൻസിൽ ഡ്രോയിങ് പോർട്രേറ്റാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ആദ്യം തന്നെ നമുക്കിതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് ഇതൊന്ന് സേവ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെ ടൂൾസാണ് എടുത്തിട്ടുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു മെക്കാനിക്കൽ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇത് യൂസിങ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഒരു നല്ലൊരു എറേസർ, അതുപോലെ ഒരു ഷാർപ്പനർ, പിന്നെ ഒരു പേന, മഷി കഴിഞ്ഞൊരു പേന, പിന്നെ നമ്മുടെ ആർട്ട് ലൈനിൻ്റെ പെൻസിലാണ്. ആർട്ട് ലൈൻ പെൻസിൽ ഞാൻ എടുക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് എൻ്റെ പെൻസിലിൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത് ഒരു ചാർട്ട് ഷീറ്റിലാണ്. എൻ്റെ ഒരു ഫാഷൻ ഇല്ലുസ്ട്രേഷൻ്റെ ഒരു റെക്കോർഡ് ബുക്കാണിത്. ഇതിലാണ് ഞാൻ സാധാരണ ഡ്രോയിങ് ചെയ്യാറ്. ഫസ്റ്റ് നമുക്ക് HB പെൻസിലെടുത്ത് നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ട് ഡ്രോയിങ് ചെയ്യാം. നമ്മൾ ഏതൊരു പിക്ചർ വരയ്ക്കുമ്പോഴും ഷാർപ്പ് ചെയ്തിട്ട് വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗ്രിഡ് ലൈൻ ഇട്ട് വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻ ഇട്ട് വരയ്ക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വരയ്ക്കാവുന്നതാണ്. കുഞ്ഞിലെ ഞാൻ ഡയറക്റ്റ് വരച്ചാണ് ഡ്രോയിങ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രോയിങ് നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സ്കെച്ചിങ് മുഴുവനാക്കി കൊടുക്കാം. എനിക്ക് ഡ്രോയിങ്ങിൻ്റെ ഓരോ മെത്തേഡ്സുകളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അങ്ങനെ അറിയില്ല. ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടില്ല. കുഞ്ഞിലെ ഞാൻ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. പക്ഷേ ഡിസൈനിങ് ആകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഓരോ മെത്തേഡ്സ്, ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും. അത് ഞാൻ ഡിസൈനിങ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരുന്നത്. ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കെച്ചിങ് ഏകദേശമൊക്കെ ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയുടെ ആ ഒരു സൈഡിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. അവിടെയൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 4B പെൻസിൽ എടുത്തിട്ട് നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ട് 4B ഉപയോഗിച്ച് നമുക്ക് ആ ഒരു താടിയുടെ മീശയുടെ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിങ്ങനെ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പിക്ചർ അധികം ടൈം എടുത്തൊന്നും അല്ല വരച്ചിട്ടുള്ളത്. ഒരു 2 hours 3 hours ഒക്കെ എടുത്തിട്ടുള്ളൂ. സാധാരണ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ 3 days 4 days ഒക്കെ എടുക്കും. അതിനേക്കാൾ വലിയ ഡ്രോയിങ് ഒക്കെ ആകുമ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മൾ ടൈം എത്രത്തോളം എടുക്കുന്നു അത്രയും നമ്മുടെ പിക്ചർ അത്രയും മനോഹരമായിരിക്കും.
ഇപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടിഷ്യൂ പേപ്പറും അതുപോലെ ഒരു വൈറ്റ് ജെൽ പെന്നുമാണ്. വൈറ്റ് ജെൽ പെന്ന് കുറച്ച് റൈറ്റൊക്കെ വരുന്ന ഒരു ഐറ്റമാണ്. ടിഷ്യൂ പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ 4 മടക്കോ 5 മടക്ക് മടക്കിയിട്ട് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഉപകാരം. അതുപോലെ വൈറ്റ് ജെൽ പെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ പിക്ചറിൽ ഹൈലൈറ്റ്സ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഹൈലൈറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ ഹെയർ ആണ് ചെയ്യുന്നത്. ഹെയർ ചെയ്യുമ്പോൾ ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഫേസ് വരച്ചതുകൊണ്ട് ഇനി ഫേസിൻ്റെ മുകളിലായിട്ടൊരു പേപ്പർ നമുക്ക് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഹെയർ വരച്ചു കൊടുക്കാം. ഒരു വേസ്റ്റ് പേപ്പർ എടുത്ത് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈയുടെ താഴ്ഭാഗത്തായിട്ട് പെൻസിലിൻ്റെ ആ വേസ്റ്റ് കളർ ആവാതിരിക്കാനോ അതുപോലെ നമ്മുടെ കൈ തട്ടിയിട്ട് ആ ഒരു ഫേസ് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു പേപ്പർ വെക്കുന്നത്. ഇനി നമ്മൾ ഹെയർ വരയ്ക്കുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മഷി കഴിഞ്ഞ പേനയാണ്. ഈ പേന എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ പേന കൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇനി പെൻസിൽ കൊണ്ട് അതിൻ്റെ മുകളിലൂടെ വരയ്ക്കുമ്പോൾ നമ്മൾ പേന കൊണ്ട് വരച്ച ആ ഒരു ഭാഗത്ത് ഹൈലൈറ്റ്സ് വരുന്നുണ്ടാവും. അതാ കാണുന്നില്ലേ? ഇതുപോലെ ഹൈലൈറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേന ഉപയോഗിച്ച് ഹെയറിലിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പിക്ചറിൽ ഈ ഇദ്ദേഹത്തിൻ്റെ മുടിയിൽ കുറച്ച് ഹൈലൈറ്റ്സ് വരുന്നുണ്ട്. മുടിയുടെ ഈ മുകളിലായിട്ടൊക്കെ കുറച്ച് ഹൈലൈറ്റ്സ് വരുന്നുണ്ട്. വെളുത്ത മുടി പോലെ നമുക്ക് തോന്നും. അതാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേനൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 6B പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനി 10B ഒക്കെ യൂസ് ചെയ്യാം. ആദ്യം തന്നെ 10B യൂസ് ചെയ്യണ്ട. ഇനി അടുത്തത് നമുക്ക് 10B പെൻസിലെടുത്ത് ഒന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി മുകളിലൂടെ ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ച് എവിടെയൊക്കെയാണ് ഹൈലൈറ്റ്സ് ഓവറായിട്ട് വരുന്നത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ ഒരു ഭാഗം കൂടി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം യൂസ് ചെയ്ത പോലെ തന്നെ 6B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ 8B 10B ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ച് ഹൈലൈറ്റ്സിൻ്റെ ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പോർട്രേറ്റിൽ ഏതൊക്കെയോ ഒരു ഭാഗത്ത് ഹൈലൈറ്റ്സ് ഉണ്ട്, അവിടെയെല്ലാം നമുക്ക് ഈ ഒരു പാൻ ഉപയോഗിച്ച് എല്ലാ ഹൈലൈറ്റ്സും നമുക്ക് ചേർത്തു.
അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷർട്ടിൻ്റെ ഭാഗത്തുള്ള ഹൈലൈറ്റ്സൊക്കെ നമുക്ക് എറൈസർ ഉപയോഗിച്ചിട്ട് എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ എറൈസ് ചെയ്തിട്ട് അവിടെയുള്ള ഹൈലൈറ്റ്സൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഈ പിക്ചർ അങ്ങ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ നന്നായോ എന്തോന്നൊന്നും എനിക്കറിയില്ല. നന്നായിട്ടുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. നമുക്ക് തെറ്റുണ്ടാകുമ്പോൾ പറഞ്ഞു തരുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ അടുത്ത പ്രാവശ്യം ഡ്രോയിങ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആവർത്തിക്കാതിരിക്കാം. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ ബെല്ലൈക്കൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.